മലബാർ റിവർ ഫെസ്റ്റിവൽ 2026 ഭാഗമായി കോടഞ്ചേരിയിൽ വിളംബര ജാഥയും കയാക്കർമാർക്കുള്ള സ്വീകരണവും നടന്നു. വിളംബര ജാഥ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റിവർ ഫെസ്റ്റിവൽ മലബാറിന്റെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി പറഞ്ഞു. മലബാർ റിവർ ഫെസ്റ്റിവൽ 2026 പ്രചരണാർത്ഥമാണ് വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്കുള്ള സ്വീകരണവും കോടഞ്ചേരിയിൽ നടന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വിളംബര ജാഥയുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിച്ചു. വൈറ്റ് വാട്ടർ റിവർ ഫെസ്റ്റിവൽ മലബാറിൻ്റെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ ശാശ്വത പരിഹാരം കാണുമെന്നും മന്ത്രി ഉറപ്പു നൽകി. വനത്തിന്റെ അതിർത്തിയിൽ ഉള്ളിലായിരിക്കും പുറത്തേക്ക് കടന്നു വരുന്ന ഒരു നടപടിയും ഇനി ഉണ്ടാകില്ല UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള പ്രഖ്യാപനവും പ്രിയപ്പെട്ട വനം മന്ത്രിയുടെയും വനം വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈയപ്പലടക്കം പല മേഖലകളിലൂടെയുള്ള കടന്നുകാഴ്ചകൾ നമുക്കറിയാം. അങ്ങനെ ആ തലങ്ങളിൽ എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. തോട്ടം മേഖലകളിൽ ഇടവള കൃഷി ഉൾപ്പെടെ വലിയ തോട്ടങ്ങളിൽ രണ്ടാം ഭൂപരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ നടപടികൾക്ക് UDF സർക്കാർ നേതൃത്വം കൊടുക്കുക. അങ്ങനെ എല്ലാ നടപടികളും സ്വീകരിച്ച് കാർഷിക മേഖലയിൽ കർഷകനെ നിലനിർത്താൻ, മണ്ണിന്റെ മണവും വിയർപ്പിന്റെ ചൂടുമുള്ള കർഷകരെ ഈ മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഏതെല്ലാം തലത്തിൽ ഇടപെടാമോ ആ പ്രവർത്തനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കൃത്യതയോടുകൂടി നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വന്യമൃഗശല്യം തടയുന്നതിന് വനത്തിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് ഒരു വന്യമൃഗം പോലും പ്രവേശിക്കാത്ത രീതിയിലുള്ള കർശന നടപടികൾ സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി കാട്ടാന ശല്യം കുറയ്ക്കുന്നതിന് വനാതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇടിച്ചക്ക സർക്കാർ നേരിട്ട് സംഭരിക്കും. കർഷകരുടെ ക്ഷേമത്തിന് പണം ഒരു തടസ്സമായില്ലെന്നും റബ്ബറിന്റെ താങ്ങുവില ഘട്ടം ഘട്ടമായി 300 രൂപയായി ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ കർമ്മ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനമെടുത്തു. വന്യമൃഗശല്യം തടയാൻ പണം ഒരു പ്രശ്നമാകില്ല UDF ഗവൺമെന്റിനെ സംബന്ധിച്ച്. മലയോരത്തെ ജനം അനുഭവിക്കുന്ന കാതലായ പ്രശ്നം എന്നുള്ളതാണ്. അതിൽ കാട്ടാനകളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചക്കയാണ്. വനമേഖലകളിലുള്ളതായിരിക്കുന്ന വനത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തുള്ളതായ ഇടിച്ചക്ക ശേഖരണം അടക്കമുള്ളതായ കർമ്മ പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നു പോവുക. അതിൽ വനം വകുപ്പും കൃഷി വകുപ്പും സംയുക്തമായിട്ടുള്ള പദ്ധതിയെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ടാസ്ക് ഫോഴ്സ് അടക്കം ഞങ്ങൾ രൂപീകരിക്കുക. ചടങ്ങിൽ തിരുവമ്പാടി MLA CK കാസിം അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.